ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ ഗെയിമിൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് വരാൻ സാധ്യത, ഏതൊക്കെ കാർഡ്സ് വരും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ഗെയിമിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2.5 GB ഒരു 4.5.0 ഒരു അപ്ഡേറ്റ് ആണ് ഉണ്ടായിരുന്നത്. സോ അതിൽ കുറേ അധികം ചേഞ്ചസ് നമ്മുടെ ഗെയിമിൽ കൊണ്ടുവന്ന് പുതിയ ഇവൻ്റായ മാസ്റ്റർ ലീഗ് സ്പ്രിൻറ്റ് പറഞ്ഞ ഇവൻ്റൊക്കെ കൊണ്ടുവന്നെങ്കിലും നമ്മളധികം തൃപ്തനല്ലായിരുന്നു. കാരണം നമുക്ക് വേണ്ടി അതുക്കും മേലെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ പാക്ക് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കൊണാമി എന്തായാലും ഈ ആഴ്ച കുറച്ച് ഫ്രീ കാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. സോ അതൊക്കെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സോ അതിന് മുമ്പ് എന്തായാലും നമുക്ക് ഇപ്രാവശ്യം തന്നെ പ്ലെയർ ഓഫ് ദീക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ പ്ലെയർ ഓഫ് ദീക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ കൊണാമി 3 ഷാഡോസ് കിട്ടുന്നുണ്ട് കേട്ടോ, എല്ലാ ആഴ്ചയും വിടുന്ന പോലെ തന്നെ. സോ പാക്കിൻ്റെ കുറച്ച് പറയുകയാണെങ്കിൽ അത്ര പവർഫുൾ പാക്കൊന്നും അല്ല ഇത്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേണ്ട കുറച്ച് പ്ലേസ് ഉണ്ട് അതിൽ. അപ്പോൾ മെയിനായിട്ട് ഷാഡോസിൽ ആദ്യം തന്നെ സെൻറ്റർ ഫോർവേഡ് മുടിയായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഫെറാൻ ടോറസ് ആണ്. ചെങ്ങായി 2 ഗോൾ അടിച്ചാണ് നമ്മുടെ എസ്പാനോളിനൊപ്പം. മൂപ്പര കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻഗോളോ കാൻഡയുടെ കാർഡ് വരുന്നുണ്ട്. ഇപ്പോൾ ചെങ്ങായി അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അവിടെ മാർക്ക് ഗുയി. സോ ഗുയി നമ്മുടെ മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ മൂപ്പര് ചെൽസിയുടെ ഒപ്പം 3 ഗോൾ, മൂപ്പരല്ല ടീം അടിച്ച് ജയിച്ചു മാൻ സിറ്റി. അപ്പോൾ ആളുടെ കാർഡാണ് വരുന്നത് കേട്ടോ. സോ അതിനൊപ്പം തന്നെ നമുക്ക് ഇനി പ്ലെയർ ഓഫ് ദി വീക്കിൽ വേറെ ഏതൊക്കെ പ്ലേസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻവുഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡംഫ്രീസ് വരുന്നുണ്ട്, 2 ഗോൾ ഇട്ടുണ്ടായിരുന്നു ഇന്റർ മിലാന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കർഡോണ പറഞ്ഞൊരു പ്ലെയർ വരുന്നുണ്ട്, നമ്മുടെ VRLലാണ്. പിന്നെ മാളൻ ഹാട്രിക് അടിച്ചാൽ നമ്മുടെ റോമയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ അവിടെ വരുന്നുണ്ട്. പിന്നെ വെസ്റ്റ് ഹാമിൻ്റെ ഒരു പ്ലെയർ ഉണ്ട്, CB, 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അയാക്സിൻ്റെ സ്റ്റീവൻ വെർഗൂസ് വരുന്നുണ്ട്, 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റൻ്റെ ഒരു പ്ലെയറും അതുപോലെ തന്നെ നമ്മളുടെ ഒളിമ്പിക്കോ ലിയോണിൻ്റെ ഒരു ഗോൾ കീപ്പറും വരും കേട്ടോ. സോ അപ്പോൾ കിടിലൻ ഒരു കാർഡൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ബിലോ ആവറേജ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കറക്കണ ഒരു ദിവസം താഴെ കമൻറ്റ് ഫ്രീ ട്രൈ ഇറക്കി വരാൻ പറയുള്ളൂ, അല്ലാണ്ട് വലിയ ഇതൊന്നും ഇല്ല, ഗുമ്മില്ലാട്ടോ ഈ പാക്ക് ഉള്ളാരും പറയുകയാണെങ്കിൽ. ആകെ നമുക്ക് എടുത്ത് പറയാൻ ഒരു ഫെറാൻ ടോറസ് ഉണ്ട്, പിന്നെ ഗ്രീൻവുഡ് ഉണ്ട്, കാൻഡ ഉണ്ട്, അത്രേ പറയാനുള്ളൂ. എന്നാലും അതൊരു ഓവർ പവേർഡ് പാക്കൊന്നുമല്ല. ഓക്കെ, സോ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ ഗെയിമിൽ ഫ്രീ ട്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കാണ്. നമുക്ക് എന്തായാലും ഈ ആഴ്ച ഒരു ഫ്രീ എപ്പിക്ക് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഗെയിം അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി കൊണാമി കഴിഞ്ഞ ആഴ്ച തന്നെ മറ്റേ കണക്റ്റിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെവ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. സോ നാളെയാണ് 16-ാം തീയതി. നാളെ നമുക്ക് ഫ്രീ എപ്പിക് ഷെവ, അതേ ഗൈസ് ഗോൾ പോച്ചർ എപ്പിക് ഷെവ. നിങ്ങൾക്ക് അറിയാലോ ഷെവയുടെ നമ്മുടെ ഈ ഫുട്ബോളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയിരിക്കുന്ന ഒരു CF കാർഡാണ് നമ്മുടെ ഷെവയുടെ AC മിലാൻ്റെ കാർഡ്സും കാര്യങ്ങളൊക്കെ അത്രയും കിടിലനായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കൊണാമി ഡെയിലി ഗെയിമിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ ഷെവയുടെയാണ്. ഷെവയുടെ ഒരു CF ഗോൾ പൂച്ചർ കാർഡാണ്, ചെൽസിയുടെ പൊസിഷൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ കാർഡാണെന്ന് പ്രതീക്ഷിക്കുക. നമ്മുടെ ടോറസിനെ കാട്ടി നല്ല പെർഫോമൻസ് വരുന്നതാണ് എൻ്റെ ആഗ്രഹം. നവംബറിന് കോളാക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഷെവനെ ഫ്രീ ആയിട്ട് കൊണ്ടൊരു നിർഫാക്കുമെന്ന്. എന്തായാലും ഷെവയുടെ ഒരു കാർഡ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുന്ന മറ്റേ റൈക്കാർഡിൻ്റെ ഒക്കെ പാക്ക് ഉണ്ടല്ലോ, റൈക്കാർഡ്, അതുപോലെ തന്നെ ഡേസ് ഡുവോ. സോ മൂപ്പരൊക്കെ ആ പാക്ക് നാളെ റിമൂവ് ആയി പോവും. അത് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടൈം ലിമിറ്റ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലാരെങ്കിലുമൊക്കെ ഫ്രീ സ്പിന്ന് കറക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കറക്കിക്കോ. മറ്റേ പാക്ക് പോവില്ല നമ്മുടെ റൗളിൻ്റെ, പക്ഷേ ഈ പാക്ക് പോകും കേട്ടോ. അപ്പോൾ ആരെങ്കിലും കറക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കറക്കിക്കോ. അപ്പോൾ നാളെ എന്തായാലും ഷെവയുടെ ഒപ്പം തന്നെ കുറച്ച് പ്ലേയേഴ്സിനോട് ആഡ് ചെയ്യുമെന്നാണ് വിശ്വാസം. എന്തായാലും ആഡ് ചെയ്യുകയാണെങ്കിൽ കൊണാമിക്ക് തന്നെയാണ് ലാഭം. കളിക്കാൻ ആൾക്കാർ പിന്നെയും കയറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മടിപ്പിച്ചുകൊണ്ടിരുന്നാൽ പോവും, അത്രയ്ക്ക് പറയുള്ളൂ. പക്ഷെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നാളെ കൊണ്ടുവരില്ലേന്ന്. അതിനൊപ്പം തന്നെ നമുക്ക് ഇനി നമ്മുടെ ഈ ഫുട്ബോൾ കുറച്ച് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ വരാണ്ട്. അതിന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന 30-ാം തീയതി നമ്മുടെ ഈ ഫുട്ബോൾ ഒരു കൊളാബറേഷൻ വരുന്ന ഒരു ടീമായിട്ട്, അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, അവർ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കണ്. അപ്പോൾ അതിലെന്തായാലും ചെറിയ ഹോപ്പ് ഉണ്ട്. 30-ാം തീയതിയാണ്, അത് അടുത്തൊരു വ്യാഴാഴ്ചയ്ക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 14-ാം തീയതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമ്പയിൻ കൂടി കൊണ്ടുവരുന്നുണ്ട്, അവരിൽ കാണിച്ചായിരുന്നു. സോ അത് വേറെ ഒന്നല്ല, നമ്മുടെ മൊബൈലിൻ്റെ 9th ആനിവേഴ്സറി ആണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ ഷോർട്ട് ടൈം കാർഡ്സാണ് നമ്മുടെ ഗെയിമിൽ നമ്മുടെ കൊണാമി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ പ്ലേയേഴ്സാണ് അന്ന് വോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ. അപ്പോൾ കുറേ പേരൊക്കെ ചെയ്ത് കുറേ പേരൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് തന്നിരുന്നു. നമ്മുടെ ജർമ്മനിയെ നോക്കുകയാണെങ്കിൽ കിമിച്ച്, സ്റ്റെയിലർ, പൗളോവിക്ക്, ആൻറ്റൺ, റോം. അതുപോലെ തന്നെ നെതർലാൻഡ്സ് നോക്കുകയാണെങ്കിൽ ടിംബർ, പിന്നെ കുറച്ച് ഡിലൈറ്റ് ഉണ്ട് നമ്മുടെ. അതുപോലെ തന്നെ അക്കെ, ഫിർപോങ്, പിന്നെ വെർബഗറിനോ ഏതൊരു ചങ്ങായി. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിൽ ഗുയി ഉണ്ട്, വാട്ടൺ ഉണ്ട്, ഹെൻഡേഴ്സൺ ഉണ്ട്, കോൺസ ഉണ്ട്, ഒറീല ഉണ്ട്. പിന്നെ തുർക്കിയത്തെ 5 പ്ലേയേഴ്സ് ഉണ്ട്, അവന്മാരെ പേര് വിളിക്കുന്ന കൊളാവും. ഇതെന്തായാലും അവർ ഓൾറെഡി കട്ട് ഔട്ട് ചെയ്ത് പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയണത്. എന്തായാലും ഡിലേറ്റ് വരാൻ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ. ഡിലേറ്റിൻ്റെ ഒരു ഷോർട്ട് ടൈം ഫ്രീ കിട്ടാൻ അടിപൊളിയാവും, കിട്ടുന്ന ഒരു കാർഡായിരിക്കും. അതും ഷോർട്ട് ടൈം ഡിലേറ്റ് ബിൽഡപ്പ് കാർഡൊക്കെ എന്തായാലും ടോപ്പ് ആയിരിക്കുമല്ലോ.
അപ്പോൾ എന്തായാലും ഇതിൽ ഏത് ഫ്രീ എപ്പിക്ക് വരാനാണ്, എപ്പിക്കല്ല ഫ്രീ ഷോർട്ട് ടൈം കാർഡ് വരാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഡിലൈറ്റ് ആണ്, ഡിലൈറ്റ് അല്ലെങ്കിൽ ടിംബർ അല്ലെങ്കിൽ ഒക്കെ വെച്ചാൽ നെതർലാൻഡ്സിൻ്റെ സെക്ഷൻ അടിപൊളി കേട്ടോ എൻ്റെ ഒരു ഇതിൽ. പിന്നെ കിമിച്ച് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇനി ഈ 4 നിന്ന് ഓരോരുത്തർ ആൾക്കാരെ കൊണ്ടുവരുമെന്ന് അറിയില്ല, കൊണ്ടുവന്നാൽ അടിപൊളിയാവും. എന്തായാലും 9th ആനിവേഴ്സറി നമ്മുടെ മൊബൈലിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ട്രൈ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഫ്രീ എപ്പിക്ക് ഫ്രീ ഷോർട്ട് ടൈം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ഒരു എപ്പിക്കാണ്, എത്ര എപ്പിക്കാന്ന് അറിയില്ല അല്ലേ, ഷോർട്ട് ടൈമാണെന്ന് അറിയില്ല. എന്തായാലും വരുമ്പോൾ കാണാം. അപ്പോൾ അതാണ് ഒരു ക്യാമ്പയിൻ അവർ പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റിയ സംഭവമൊന്നും അങ്ങനെ ഇല്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഗെയിമിൽ ഈ ആഴ്ച മെയിനായിട്ട് ഇതന്നെ ഡെയിലി ഗെയിമിൻ്റെ കാര്യം തന്നെ പറയുള്ളൂ, വേറെ ഒന്നും അങ്ങനെ പറയാനൊന്നുമില്ല ഗൈസ്. ഓക്കെ, സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ്, വിസിറ്റ് അയക്കുക, ചാനൽ സബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.